ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. അഴീക്കോടൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നഗരസഭ 14 ഡിവിഷനിൽ തങ്ങൾനഗർ കേന്ദ്രമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കേന്ദ്രമായ അഴീക്കോടൻ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഉന്നത വിജയം നേടിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. മികവ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. മറ്റു പ്രദേശങ്ങളിൽ കാണാത്ത ഒരു മനോഭാവം യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ട്. കേരളത്തിന്റെ പല നേട്ടങ്ങളിൽ പറയുന്നത് പോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള നേട്ടം അതാണ്. ഇപ്പൊ നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കുന്ന ഒരു കുട്ടിയെ കാണില്ല. ഒറ്റ കുട്ടി സ്കൂളിൽ പോകാതിരിക്കുന്നില്ല. അത് ആദിവാസി കേന്ദ്രത്തിലെ കുട്ടികൾക്കാണെങ്കിലും പിന്നോക്ക പ്രദേശത്തുള്ള കുട്ടികൾക്കാണെങ്കിലും എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന നാടാണ് നമ്മുടെ നാട്. അത് ലോകത്ത് അപൂർവമാണ്. ഏറ്റവും വികസിത രാജ്യം എന്ന് പറയുന്ന അമേരിക്കയിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെന്നാണ്. MS ശോഭിതൻ സ്വാഗതം ആശംസിച്ചു. VD മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA പീറ്റർ +2 അവാർഡ് വിതരണവും CPIM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി KS രാധാകൃഷ്ണൻ SLC അവാർഡ് വിതരണവും നിർവഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VA ശ്രീജിത്ത്, സെന്റ് ഡൊമിനിക് സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഡാനി ചക്കുങ്ങൾ, MM ഷെരീഫ്, PH ഹാരിസ്, PA സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. അതെല്ലാം ഓരോ സംഘടനയുടെയും ഭാരവാഹികൾ അവരതിൻ്റെതായ പ്രയത്നം നടത്തിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അത് നമ്മുടെ കുട്ടികൾക്ക് ഇനിയും വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറാൻ, കായിക മേഖലയിൽ, ആർട്സ് മേഖലയിലൊക്കെ മാതൃകാപരമായ പ്രവർത്തനം രാജ്യത്തിന് തന്നെ ഒരു വേറിട്ട സംസ്ഥാനമാക്കി ഈ കേരളത്തെ മാറ്റാൻ കഴിയാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റേത് കൂടിയാണ് ഇവിടെ അവാർഡ് വാങ്ങാൻ എത്തിയിട്ടുള്ള. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.